എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് ഒരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭിന്നസംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് ആഡ് ചെയ്യുക അല്ലേ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതേ രൂപത്തിലൊരു ചോദ്യം പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് ഉത്തരം എഴുതാൻ അറിയാം അല്ലേ. അപ്പോൾ നമ്മളിത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ആവശ്യമായിട്ട് വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ ഡ്രസ് കോഡുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് നിങ്ങൾ പങ്കെടുക്കാൻ പോവാണ്, അങ്ങനെയാണെങ്കിൽ ആ കല്യാണത്തിന് ഡ്രസ് കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. കല്യാണത്തിന്റെ ഡ്രസ് കോഡ് ഒരു യെല്ലോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛനും വേണ്ടിയിട്ട് നമുക്ക് ഷർട്ട് തുണി എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് തുന്നേണ്ടി വരും അല്ലേ. അപ്പോൾ നിങ്ങളൊരു തയ്യൽക്കാരൻ്റെ അടുത്ത് പോയപ്പോൾ തയ്യൽക്കാരൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛന് പേരക്കുറെ ഒരു 2.25 മീറ്റർ തുണി വേണമെന്ന് വിചാരിച്ചു. 2.25 മീറ്റർ തുണി നിങ്ങളുടെ അച്ഛന് ഷർട്ട് അടിക്കാൻ വേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷർട്ട് അടിക്കാനെങ്കിൽ ഒരു 1.5 മീറ്റർ തുണി വേണ്ടി വരും അല്ലേ. അപ്പോൾ ഒരു 2.25 മീറ്റർ തുണി കൊണ്ട് നിങ്ങൾ അച്ഛന് ഷർട്ട് അടിക്കാം, 1.5 മീറ്റർ തുണി കൊണ്ട് നിങ്ങൾക്കും ഷർട്ട് അടിക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ തുണിക്കടയിൽ ചെന്നുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഷർട്ട് അടിക്കാനുള്ള തുണി എടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആകെ എത്ര തുണി എടുക്കും, നമുക്കറിയാം 2.25 1.5 കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കൂട്ടും, അപ്പോൾ നമുക്ക് 2.25 2 1/4 തമ്മിൽ കൂട്ടണം. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതുക, അതായത് ഇതൊരു മിശ്ര ഭിന്നമാണ് അല്ലെ, അതായത് മിക്സഡ് ഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 2.25 അല്ലെ. അപ്പൊ 2 ഉണ്ട് ഇവിടെ അല്ലെ, ഒരു 2 ഉണ്ട്, പൂർണ്ണമായിട്ടൊരു സംഖ്യ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 1 ഉണ്ട് അല്ലെ. അതായത് നമുക്ക് 2ഉം 1ഉം തമ്മിൽ എളുപ്പത്തിൽ കൂട്ടാം അല്ലെ. പിന്നെ ഏതാ ഉള്ളത്, 1/4 1/2 ആണല്ലോ. അപ്പൊ അത് തമ്മിൽ വേറെ കൂട്ടാം. അതായത് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക, 2ഉം 1ഉം അല്ലെ, 2ഉം 1ഉം കൂടി കൂട്ടുന്നു അല്ലെ. 2ഉം 1ഉം നമുക്ക് എളുപ്പത്തിൽ കൂട്ടാം. പിന്നെ അതിന്റെ കൂടെ ഏതൊക്കെ കൂട്ടണം, ഇവിടെ 1/4 മീറ്റർ തുണി വേണം, പിന്നെയോ ഒരു 1/2 മീറ്ററും തുണി വേണം. മനസ്സിലായല്ലോ. അപ്പൊ 2 കൂട്ടുന്നു 1 കൂട്ടുന്നു, 2ഉം 1ഉം നമ്മൾ അതായത് നമ്മൾ അടുപ്പിച്ചിട്ടു, 2ഉം 1ഉം നമ്മൾ അടുപ്പിച്ചിട്ടു, കാരണം അത് നമുക്ക് എളുപ്പത്തിൽ കൂട്ടാൻ അറിയാം. പിന്നെ നമുക്ക് 1/4 കൂടെ 1/2 നമുക്ക് കൂട്ടണം അല്ലേ. ഓക്കെ, 2ഉം 1 എത്രയാണ്, 3. അപ്പൊ അത് നമുക്ക് എളുപ്പത്തിൽ കൂട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 1/4 1/2 തമ്മിൽ കൂട്ടണം അല്ലെ. നമുക്കറിയാലോ ഫ്രാക്ഷൻ കൂട്ടൽ എങ്ങനെയാണെന്ന് അറിയാലോ. ഇവിടെ നോക്കിയാൽ ഇവിടെ 4 ഇവിടെ 2 സെയിം അല്ല അല്ലെ. അപ്പൊ നമുക്ക് കൂട്ടണം എന്ത് വേണം, ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പൊ എന്ത് വേണം, ഇവിടെ 2 ഇവിടെ 4, 2നെ നമുക്ക് 4 ആക്കാൻ പറ്റും അല്ലെ. എന്ത് ചെയ്താൽ മതി, 2നെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കണം, അപ്പൊ 4 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ എന്തായി മാറിയത്, 1/4 അതേപോലെ വന്നു, പ്ലസ് ഇവിടെ 1 × 2 2 × 2 4. അപ്പൊ നമ്മൾ 1/2നെ 2/4 എന്ന് എഴുതി. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യും, 3 പ്ലസ് 3ന്റെ കൂടെ ഏത് കൂട്ടണം, 1/4 2/4, അതായത് 1ഉം 2 എത്രയാണ്, 3 അതേപോലെ എഴുതി 3/4. അപ്പൊ മൊത്തം എത്ര മീറ്റർ തുണി വേണ്ടി വരും, 3/4 അല്ലെ. അപ്പൊ 3/4 എന്ന് പറഞ്ഞാൽ 3.25 മീറ്റർ തുണി മൊത്തം വേണ്ടി വരും. മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലൊരു മിശ്ര ഭിന്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൂട്ടുകയെന്ന് പഠിച്ചല്ലോ. ആദ്യം ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടുക, 2ഉം 1ഉം 3, അത് വേറെ ഭാഗത്ത് കൂട്ടാം. പിന്നെ 1/4 അല്ലെ, ഭിന്നസംഖ്യ, ഈ ഫ്രാക്ഷനുള്ള ഭാഗം വേറെ കൂട്ടാം. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 60 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം, 5/6 + 1/3 അല്ലെ. അപ്പൊ ഇത് നമുക്ക് വളരെ എളുപ്പം തന്നെ ചെയ്യാൻ അറിയാം. ഇവിടെ 6 ഇവിടെ 3 അല്ലെ. സെയിം അല്ലാത്തത് കൊണ്ട് നാം എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ സെയിം ആക്കണം അല്ലെ. നമുക്കറിയാം 3നെ 6 ആക്കാൻ അറിയാം അല്ലെ. 3നെ 6 ആക്കാൻ എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്യണം, മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് ഇതിനെന്ത് എഴുതാം, 5/6 പ്ലസ് 1 × 2 2/6. കണ്ടില്ലേ. അപ്പൊ നാം 1/3നെ 2/6 എന്ന് മാറ്റി എഴുതി. 2 സെയിം തന്നെയാണ് അല്ലെ. ഓക്കെ, ഇപ്പൊ നമ്മളെ ഡിനോമിനേറ്റർ അല്ലെ, ഛേദം സെയിം ആയല്ലോ, സെയിം ആയി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ 5ഉം 2ഉം 7 7/6 അതേ 6 തന്നെ അല്ലെ. അപ്പൊ 7/6 ഇതാണ് ഉത്തരം. ഇനി ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം, മിശ്ര ഭിന്നം ആക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, നാം മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, 6 കൊണ്ട് 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ നോക്കിയാൽ നമ്മൾ 7നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ 7നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എത്ര പ്രാവശ്യം ഹരിക്കാൻ പറ്റും, ഒരു പ്രാവശ്യം അല്ലെ. 1 × 6 6. അപ്പൊ ഒരു പ്രാവശ്യമാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ 1 ഇട്ടു. പിന്നെ 1 × 6 6 ആണ് അല്ലെ. ഇവിടെ ബാക്കി എത്ര ഉണ്ട്, 6 കഴിഞ്ഞാൽ 7 ആണ് ഇത് അല്ലെ. 1 ബാക്കിയുണ്ട്, ആ 1 നമ്മൾ മുകളിലിട്ടു, ബൈ ഇതേ 6 നമ്മൾ അടിയിലിട്ടു. മനസ്സിലായല്ലോ. ഇത് നമ്മൾ പലവട്ടം
മുമ്പത്തെ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 1/6 എന്ന് ഉത്തരം കിട്ടി. അതല്ലെങ്കിൽ ഇതിനെ മാറ്റാൻ വേറെ എന്താണ് മാർഗം? ഇവിടെ നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. 7/6 അടിയിൽ 6 അല്ലേ എടുക്കുന്നത്. അപ്പോൾ നാം എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 6 എന്ന് എഴുതണം. അതായത് 7 നമ്മൾ മാറ്റി എഴുതുന്നു, 6 + 1 എന്ന് എഴുതുന്നു. 6 + 1 7 അല്ലേ? 7 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ 6 എഴുതാൻ കാരണം എന്താണ്? അടിയിൽ 6 ആയതുകൊണ്ട് നാം എന്ത് എഴുതി? 6 + 1 എന്ന് എഴുതി. ശരിയാണല്ലോ. /6 കണ്ട 6 അതേപോലെ എഴുതി. ഇവിടെ നോക്കിയാൽ ഈ /6 എന്ന് പറഞ്ഞാൽ 2നുള്ള ബൈ ആണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? 6/6 + 1/6. ഇതിന് നമ്മൾ 6/6 + 1/6. ഇനി നോക്കിയേ 6 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്തുക. എത്ര വന്നു? 1. അപ്പോൾ എന്ത് തോന്നുന്നു? 1 + 1/6 കണ്ടില്ലേ? 1 + 1/6 എന്ന് പറഞ്ഞാൽ 1/6. അപ്പോൾ ഒന്നുകിൽ ഈ രീതിയിൽ ചെയ്യാം നമുക്ക്, അതല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 7/8 + 1/4. ഇവിടെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ നോക്കിയാൽ ഇവിടെ 8 ആണ്, ഇവിടെ 4 ആണ്. 4 നമുക്ക് 8 ആക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 7/8 + 1 × 2 2 2/8. അപ്പോൾ നാം 1/4 2/8 എന്ന് എഴുതി. ഇപ്പം നമുക്ക് 2 ഡിനോമിനേറ്റർ സെയിം ആയി, ഛേദങ്ങൾ സെയിം ആയി അല്ലേ. ഇനി കൂട്ടിയാൽ മതി. 7 × 2 9 9/8. അപ്പോൾ നമുക്ക് കിട്ടി 9/8 അല്ലേ. അപ്പോൾ നാം എപ്പോഴും നോക്കിയാൽ ഈ അംശം, അതായത് മുകളിലുള്ളത് അടിയിലുള്ളതിനേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഈ മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ അടിയിലുള്ളത് ഇവിടെ ചെറുതാണ്, മുകളിൽ വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളെ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ നോക്കിയാൽ 9/8 അല്ലേ. 8 9ൽ എത്ര 8 ഉണ്ട്? ഒരു 8 അല്ലേ ഉള്ളൂ. അപ്പോൾ 1 എഴുതി. ബാക്കി 1 × 8 8 അല്ലേ. ബാക്കി എത്ര ബാക്കിയുണ്ട്? ഇവിടെ 1 ബാക്കിയുണ്ട് അല്ലേ. ആ 1 മുകളിൽ എഴുതി ഈ 8 അതേപോലെ തന്നെ നമ്മൾ എഴുതി. ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാം? 9/8 എന്ത് ചെയ്താൽ മതി? ഇവിടെ 8 ആണ് അടിയിൽ, അതുകൊണ്ട് എന്ത് ചെയ്യാം? 8 + 1 എന്ന് എഴുതി. 9ന് നമ്മൾ 8 + 1 എന്ന് എഴുതി. ഈ 8 അതേപോലെ എഴുതി. = എന്ത് എഴുതാം? 8/8 + 1/8. അപ്പോൾ 8ഉം 8ഉം ക്യാൻസൽ ആയി പോയി. ഇവിടെ ഒരു പ്രാവശ്യം ഹരിക്കാൻ മതി അല്ലേ. അപ്പോൾ എന്തോന്ന് ഉത്തരം? 1/8. കണ്ടില്ലേ? ഒന്നുകിൽ ഈ രീതിയിൽ ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. 5/6 + 1/4 അല്ലേ. ഇവിടെ നോക്കിയാൽ ഛേദങ്ങൾ സെയിം അല്ല, അതുകൊണ്ട് നമുക്ക് സെയിം ആക്കണം. ഇവിടെ നമുക്ക് 4നെ 6 ആക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഗുണിച്ചാൽ 8 അല്ലേ. അപ്പോൾ ഇവിടെ 6 ആണ്. അപ്പോൾ നാം എന്ത് ചെയ്യേണ്ടി വരും? 2ന്റെയും മൾട്ടിപ്പിൾസ് എടുക്കണം അല്ലേ, ഗുണിതങ്ങൾ എടുക്കണം. അപ്പോൾ 6ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ വരാം? 1 × 6 6, 2 × 6 12, 3 × 6 18 അല്ലേ. അങ്ങനെ പോകുന്നു 6ന്റെ മൾട്ടിപ്പിൾസ്. 4ന്റെതോ 1 × 4 4, 2 × 4 8, 3 × 4 12 കണ്ട. അപ്പോൾ 3 എഴുതിയപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ള കിട്ടി അല്ലേ, 12 കിട്ടി. അപ്പോൾ നമുക്ക് കൂടുതൽ എഴുതി പോകണ്ട. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12 ആണ് ഇനി പുതിയ ഡിനോമിനേറ്റർ അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി എഴുതാൻ പോകുന്നു. ഇവിടെ നമ്മൾ 12 ഇട്ടു, പുതിയ ഛേദമായിട്ട് 12. ഇവിടെ നോക്കിയാൽ 6നെ നമ്മൾ 12 ആക്കി അല്ലേ. അപ്പോൾ 6നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 12 കിട്ടുക? 2 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുന്നത് അല്ലേ. അപ്പോൾ നാം ഇവിടെ എന്ത് വേണം? ഇവിടെ 5നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 5 × 2 10. അപ്പോൾ 5/6 നമ്മൾ 10/12 എന്ന് എഴുതി. പ്ലസ് ഇനി നോക്കിയാൽ പുതിയ ഛേദം എത്രയാണ്? ഇവിടെയും നമ്മൾ 12 എന്ന് മാറ്റി എഴുതാണ് അല്ലേ. 12 എഴുതി. 4 എന്നുള്ളതിനാണ് നമ്മൾ 12 ആക്കുന്നത്. അതായത് 4നെ നമുക്ക് എത്ര ചെയ്യാം? 3 കൊണ്ട് ഗുണിച്ച് 4 × 3 ആണ് 12 അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 1നെയും നമ്മൾ 3 കൊണ്ട് ഗുണിക്കണം. 1 × 3 3. അപ്പോൾ നമ്മൾ ഇവിടെ 1/4നെ 3/12 എന്ന് എഴുതി. ഇനി നമുക്ക് എളുപ്പം കൂട്ടാൻ പറ്റുമല്ലോ. 2 സെയിം ആയില്ലേ. 10 + 3 13/12. ഇനി ഇതിനെ നമുക്ക് അങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റും. 13നെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. എത്ര പ്രാവശ്യം പോവും? 13ൽ എത്ര 12 ഉണ്ട്? ഒരു 12 അല്ലേ. ഒരു 12 കഴിഞ്ഞാൽ ബാക്കിയിൽ എത്ര ഉണ്ട്? 1 ഉണ്ട് അല്ലേ. ഇവിടെ 13 അല്ലേ. അപ്പോൾ 1 ബാക്കിയുണ്ട്. ആ 1 നമ്മൾ മുകളിൽ എഴുതി /12. ഈ 12 അതേപോലെ എഴുതി. ഇനി അതല്ലെങ്കിൽ നാം എന്ത് വേണം? നേരത്തെ ചെയ്ത പോലെ തന്നെ 13/12നെ എന്തെങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ 12 ആയതുകൊണ്ട് നമുക്ക് 12 + 1 എന്ന് എഴുതാം അല്ലേ. 12 + 1 അതാണ് 13/12. ഇവിടെ നമുക്ക് 12/12
പ്ലസ് 1/12. 2 വെട്ടിപ്പോയി 1. ലാസ്റ്റ് എന്ത് വരും? 1/12. കണ്ടില്ലേ? 1/12. ഇനി നമ്മുടെ നാലാമത്തെ ചോദ്യം നോക്കിയേ. എന്താണ് നാലാമത്തെ ചോദ്യം? നാലാമത്തത് 5/8 പ്ലസ് 3/4. അപ്പൊ 5/8 പ്ലസ് 3/4. അപ്പൊ നമുക്കിത് വളരെ എളുപ്പം ചെയ്യാം. നോക്കിയാൽ ഇവിടെ 8, ഇവിടെ 4 ആണല്ലോ. 4 നമുക്ക് 8 ആക്കി മാറ്റാൻ പറ്റുമല്ലോ? മാറ്റാൻ പറ്റും അല്ലേ? എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെയോ? ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനിയിപ്പോ നമ്മൾ 5/8 നമ്മൾ അതേപോലെ എഴുതി. 5/8 പ്ലസ് 2 × 3 6, 6/4 × 2 8. അപ്പൊ 3/4 നാം 6/8 എന്ന് എഴുതി. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നാം എന്ത് ചെയ്യും? 2 സെയിം ആയല്ലോ? സെയിം ആയി. 5 6 11, 11/8. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി 11/8. ഇനി ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യണം? മുകളിലുള്ളതാണ് വലുത് അല്ലേ? അപ്പൊ നമുക്ക് 8 കൊണ്ട് 11നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 11ൽ എത്ര 8 ഉണ്ട്? ഒരു 8 അല്ലേ? 1 × 8 8. അപ്പൊ ഒരു 8 ഉള്ളോ? ബാക്കി എത്ര ബാക്കി വരുന്നുണ്ട്? ഇവിടെ 8 കഴിഞ്ഞിട്ട് 9 10 11 അല്ലെ? 3 എണ്ണം ബാക്കി വരുന്നുണ്ട്. അപ്പൊ 3 നമ്മൾ മുകളിൽ എഴുതി /8. അപ്പൊ 1/3/8 എന്ന് എഴുതി ഉത്തരം. ഇനി അഞ്ചാമത്തെ എന്താണ്? 2 1/3 പ്ലസ് 3 1/2 അല്ലെ? അപ്പൊ ഇത് നമുക്കറിയാം ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ? അതായത് മിശ്ര ഭിന്നമാണ്. അപ്പൊ ഇത് നമുക്ക് 2 തരത്തിൽ ഇതിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, 2 തരത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ടും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ഏതാണോ എളുപ്പം അത് നിങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ മാർഗം നോക്കിയാൽ 2 1/3 പ്ലസ് 3 1/2 അല്ലെ? അതായത് 2 ഇവിടെ നമുക്കുണ്ട്, പൂർണ്ണമായ ഒരു സംഖ്യ ഉണ്ട്. ഇവിടെയും 3 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം 2ഉം 3ഉം തമ്മിൽ കൂട്ടാൻ അറിയാം അല്ലെ? അപ്പൊ 2ഉം 3ഉം കൂട്ടാം. എളുപ്പത്തിൽ കൂട്ടാൻ അറിയാം അല്ലെ? പിന്നെ ബാക്കി ഇതിന്റെ കൂടെ എന്തുണ്ട്? ഒരു 1/3 ഉണ്ട്. അതിന്റെ കൂടെ ഒരു 1/2 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവരെ തമ്മിൽ വേറെ കൂട്ടാം. 1/3 പ്ലസ് 1/2. അപ്പൊ എങ്ങനെ വരും? 2ഉം 3 എത്രയാണ്? 5 പ്ലസ് ഇനി നമുക്ക് 1/3 പ്ലസ് 1/2. ഇതെങ്ങനെയാണ് കൂട്ടുക? നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് 2നെ നമുക്ക് 3 ആക്കാൻ പറ്റില്ല അല്ലെ? 3നെ നമുക്ക് 2 ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് എളുപ്പപ്പണി? എളുപ്പപ്പണി എന്താണ്? ഈ 2 കൊണ്ട് ഇതിനെ ഓരോന്നിനെയും ഗുണിക്കുക അല്ലെ? അപ്പൊ 2 കൊണ്ട് നമ്മൾ 1നെ ഗുണിക്കുമ്പോൾ 2/2 കൊണ്ട് 3നെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6. അപ്പൊ 1/3 2/6 എന്ന് എഴുതി. പ്ലസ് ഇനി എന്ത് ചെയ്യണം? ഇതിനെ നാം ഈ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 3 × 1 എത്രയാണ്? 3/3 × 2 എത്രയാണ്? 6. അപ്പൊ സെയിം ആയില്ലേ? അപ്പൊ എന്താണ് ഇവിടെ ചെയ്തത്? നാം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഛേദം കൊണ്ട് ഇതിന് 2നെയും ഗുണിക്കുന്നു. അപ്പൊ 2/6 പ്ലസ് ഈ ഛേദം കൊണ്ട് ഇതിന് 2നെയും ഗുണിക്കുന്നു. 3/6. മനസ്സിലായില്ലേ? ഓക്കെ. അതല്ലെങ്കിൽ നാം എന്ത് ചെയ്യണം? 3ന്റെയും 2ന്റെയും മൾട്ടിപ്പിൾസ് എഴുതണം അല്ലെ? ആ 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 3 6 9 അങ്ങനെ പോകും. 2ന്റെ മൾട്ടിപ്പിൾസോ? 2 4 6 അങ്ങനെ പോകും. അപ്പൊ ഇവിടെ 6 ആണ് കോമൺ. അപ്പൊ ഇവിടെ 6 കോമൺ ആയതുകൊണ്ട് നമുക്ക് 1/3 പ്ലസ് 1/2 ആണ് അല്ലെ? ഇതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 6 പുതിയ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. എന്നിട്ട് എന്ത് വേണം? നോക്കിയാൽ 2നെ 3 ഏത് കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടാം? 2 കൊണ്ട് ഗുണിച്ചാൽ അല്ലെ? അപ്പൊ നമ്മൾ ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 3 × 2 6. അപ്പൊ 1 × 2 2. അപ്പൊ നമുക്ക് ഇതിനെ 2/6 എന്ന് എഴുതി. പ്ലസ് ഇവിടെ 2നെ നമ്മൾ എന്ത് ചെയ്യിക്കുന്നു? 6 എന്ന് എഴുതും. അപ്പൊ നമുക്ക് 2നെ 6 ആക്കാൻ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കേണ്ടി വരും? 3 അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 1 × 3 3/6 എന്ന് കിട്ടി. 2/6 പ്ലസ് 3/6 2/6 പ്ലസ് 3/6 കണ്ടില്ലേ? അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് നോക്കിയേ. 5 പ്ലസ് 2ഉം 3ഉം 5/6. അപ്പൊ നമുക്ക് എന്ത് ഉത്തരം കിട്ടി? 5/6. ഇനി ഇതേ ചോദ്യം തന്നെ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയാൽ 2 1/3 അല്ലെ? 2 1/3 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇത് തമ്മിൽ ഗുണിക്കുന്നു, ഇത് കൂട്ടുന്നു അല്ലെ? നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയില്ലേ? വേറെ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. അതായത് 3 × 2 ഇത് ഇവരെ തമ്മിൽ ഗുണിക്കും. 3 × 2 എത്രയാണ്? 6. 6ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 7. അപ്പൊ നമുക്ക് 7/3 7/3 എന്ന് എഴുതാം. ഏതിനെ? 2 1/3. അതേപോലെ നമുക്ക് 3.5 എങ്ങനെ മാറ്റി എഴുതാം? ഇവര് തമ്മിൽ ഗുണിക്കുന്നു, അതിന്റെ കൂടെ ഇത് കൂട്ടും. 2 × 3 എത്രയാണ്? 6. 6ന്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 7.
അപ്പോൾ നമുക്കിവിടെ 7/2 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇത് തമ്മിൽ കൂട്ടുന്നതിന് പകരം ഇത് തമ്മിൽ കൂട്ടിയാൽ മതി, ഇത് തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 7/3 പ്ലസ് 7/2 അല്ലേ സീക്വൽ ടു നോക്കിയാൽ ഇവിടെ 3 ഇവിടെ 2 നമ്മൾ ഇനി മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ എന്ത് ചെയ്യാം, 2 കൊണ്ട് ഈ 2നെയും ഗുണിക്കാം. അപ്പോൾ എന്ത് വരും, 2 × 7 14/2 × 3 6 പ്ലസ് ഇനി 3 കൊണ്ട് ഇതിന് 2നെയും ഗുണിക്കാം. 3 × 7 21/3 × 2 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 14 + 21 എത്ര കിട്ടും, 35. 35/6 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിനെങ്ങനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം, സീക്വൽ ടു 6 കൊണ്ട് 35 ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. 35 എത്ര 6 ഉണ്ട്, 6 × 5 30 അല്ലേ, 6 × 5 30. അപ്പൊ 5 പ്രാവശ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 എഴുതി. 6 × 5 എത്രയാണ്, 30 ആണ് അല്ലെ. ഇവിടെ എത്ര കൂടുതലുണ്ട്, 5 കൂടുതലില്ലേ, ഇത് 35 അല്ലേ. അപ്പൊ നമ്മൾ ആ കൂടുതലുള്ള 5 നമ്മൾ മുകളിൽ എഴുതി, ഈ 6 അടിയിൽ എഴുതി. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയാണോ എളുപ്പമായി തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 1 jar contains 1.5 liter ഓഫ് മിൽക്ക് ആൻഡ് അനദർ കണ്ടെയ്ൻസ്, അതായത് ഒരു ജാറിൽ എത്ര മിൽക്ക് ഉണ്ട്, 1.5 ലിറ്റർ മിൽക്ക് ഉണ്ട് അല്ലെ. 1.5 എന്ന് പറഞ്ഞാൽ 1.5 ലിറ്റർ മിൽക്ക് ഉണ്ട്. വേറൊരു ജാറിലോ 2.75 ലിറ്റർ ഓഫ് മിൽക്ക്, അതായത് 2.25 ലിറ്റർ പാല് വേറൊരു എന്തിലുണ്ട്, ജാറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മിൽക്ക് ഇൻ ബോത്ത് ദി ജാർസ് ടുഗദർ, അതായത് 2 ബോട്ടിലും കൂടി എത്ര പാലുണ്ടായിരിക്കുന്നതാണ് ചോദ്യം. അപ്പൊ ഒരു ബോട്ടില് 1.5 ലിറ്റർ പാലുണ്ട്, വേറൊരു ബോട്ടില് 2.25 ലിറ്റർ പാലുണ്ട് അല്ലെ. അതായത് നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് ജാറില് എത്ര മിൽക്ക് ഉണ്ട്, 1.5 ലിറ്റർ അല്ലെ. 1.5 ലിറ്റർ പാലുണ്ട്. ഇനി സെക്കൻഡ് ജാറിലോ, രണ്ടാമത്തെ ജാറില് എത്ര മിൽക്ക് ഉണ്ട്, 2.25 ലിറ്റർ അല്ലെ. 2.3/4 ലിറ്റർ പാലുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര പാലുണ്ടായിരിക്കും, നമുക്കത് രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലെ, ആഡ് ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ മിൽക്ക് ഇൻ ബോത്ത് ജാർ, അതായത് 2 ജാറിലും കൂടിയുള്ള ആകെ പാലിന്റെ അളവ് എത്ര വരും, നമുക്കറിയാം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ 1/2 പ്ലസ് 2/3/4 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കിട്ടി അല്ലേ. അപ്പൊ ഇവിടെ നാം പറഞ്ഞു രണ്ട് രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് രണ്ടും ആഡ് ചെയ്യാം, അതിനുശേഷം ഈ ഫ്രാക്ഷൻ മാത്രം ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ അത് നമുക്ക് 1ഉം 2ഉം കൂടി ആഡ് ചെയ്ത് എന്ത് വരും, 1 = 1 + 2. ഇത് നമുക്ക് വേഗം ആഡ് ചെയ്യാൻ പറ്റും അല്ലെ. അതുകൊണ്ട് 1 + 2 എന്ന് എഴുതി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1/2ഉം 3/4ഉം തമ്മിൽ ആഡ് ചെയ്യാം. 1/2 + 3/4 മനസ്സിലായില്ലേ. അപ്പൊ 1, 2 നമ്മൾ അടുപ്പിച്ച് എഴുതി. പിന്നെ നമ്മൾ 1/2ഉം 3/4ഉം വേറെ എഴുതി. ഇനി 1ഉം 2ഉം എത്രയാണ്, 3 പ്ലസ് 1/2 പ്ലസ് 3/4. നമുക്ക് നോക്കിയാൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഛേദം 1, 2 ഇവിടെ 4 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 2നെ നമുക്ക് 4 ആക്കാൻ പറ്റുമല്ലോ. പറ്റും, എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെയും നമുക്ക് 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 1 × 2 2/4. അപ്പൊ 1/2 നമ്മൾ 2/4 എന്ന് എഴുതി, പ്ലസ് 3/4 നമ്മൾ അതേപോലെ എഴുതി. ഓക്കെ, ഇപ്പൊ എന്തായി, സെയിം ആയല്ലോ, ആയി അല്ലേ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കൂട്ടാലോ. 3 പ്ലസ് 2ഉം 3ഉം 5, 5/4 അല്ലെ. ഇതാ 4 നമ്മുടെ ഛേദം. അപ്പൊ 4. അപ്പൊ എന്ത് കിട്ടി നമുക്ക് ഉത്തരം, 3 5/4. അപ്പൊ ഇവിടെ നമുക്ക് 3 + 5/4 ആണ് അല്ലെ. അപ്പൊ 3 അതേപോലെ കിടക്കട്ടെ. 3 + 5/4 നമുക്കൊരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയാൽ എന്ത് പറയാൻ പറ്റും, ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല 3 5/4 ലിറ്റർ പാലുണ്ടെന്ന് പറയാൻ പറ്റുമോ, ആർക്കൊന്നും മനസ്സിലാവില്ല അല്ലെ. 3 5/4 എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇതിന് മാറ്റി എഴുതുന്നു. 5/4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 4 നോക്കി എവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5ൽ എത്ര 4 ഉണ്ട്, ഒരു 4 അല്ലെ, ഒരു 4. പിന്നെ ബാക്കി ഇവിടെ എത്ര ഉണ്ട്, 4 × 1 4, ബാക്കി 1 ബാക്കിയില്ലേ, 1 ബാക്കിയുണ്ട്. ഈ 4 നമ്മൾ അടിയിൽ എഴുതി. മനസ്സിലായില്ലേ. ഓക്കെ, ഇപ്പൊ ഞാൻ പോലും 3ഉം 1ഉം എത്രയാണ്, 4, ബാക്കി എത്ര ഉണ്ട് ഇവിടെ, 1/4. അപ്പൊ നമുക്ക് എന്ത് ഉത്തരം കിട്ടി, 4 1/4, അതായത് 4.25 ലിറ്റർ പാല് രണ്ടിനും കൂടി ഉണ്ട്. ഇനി രണ്ടാമത്തെ രീതിയിൽ ചെയ്യുന്നവരെന്ത് ചെയ്താൽ മതി,
1/2 നമുക്ക് മാറ്റി എഴുതാം. എന്ത് വേണം? ഇവർ തമ്മിൽ ഗുണിക്കുന്നു, ഇത് കൂട്ടുന്നു അല്ലെ. 2 × 1 2, 2 + 1 3. അപ്പൊ നമുക്ക് ഇതിനെ 3/2 എന്ന് എഴുതി. ഓക്കെ, ഇനി 2 3/4 എങ്ങനെ മാറ്റി എഴുതാം? 2 3/4 നമുക്ക് ഇതുപോലെ മാറ്റി എഴുതാം. ഇവർ തമ്മിൽ ഗുണിക്കുന്നു, ഇത് കൂട്ടുന്നു അല്ലെ. 2 × 4 8, 8ന്റെ കൂടെ 3 കൂട്ടിയാൽ 11. അപ്പൊ നമുക്ക് 11/4 എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇനി ഇത് തമ്മിൽ കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 3/2 11/4 തമ്മിൽ കൂട്ടിയാൽ മതി അല്ലെ. അപ്പൊ 3/2 + 11/4. ഇവിടെയൊക്കെ 2 ഇവിടെ 4 അല്ലെ. അപ്പൊ നമ്മൾ 4 ആക്കാൻ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു, ഇതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 3 × 2 6/2 × 2 4 പ്ലസ് 11/4. അപ്പൊ എന്ത് കിട്ടി? 6ഉം 11ഉം 17/4 എന്ന് നമുക്ക് കിട്ടി അല്ലെ. 17/4 എന്ന് കിട്ടി. 17/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 17ൽ എത്ര 4 ഉണ്ട്? 4 × 4 അല്ലെ. 4 × 4 16 ആണ് അല്ലെ. അപ്പൊ 4 പ്രാവശ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 4 എഴുതി. 4 × 4 16. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? ഇത് 17 അല്ലേ. 1 ബാക്കിയില്ലേ? 1 ഇവിടെ എഴുതി /4 അടിയിൽ എഴുതി. അപ്പൊ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം ആ രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 2 strings of length 1.5 meters are joined end to end. വാട്ട് ഈസ് ദി ടോട്ടൽ ലെങ്ത്? അതായത് 2 സ്ട്രിങ്ങുകൾ, ഈ സ്ട്രിങ്ങുകളിൽ എന്ത് ചെയ്തു? അതിന്റെ നീളം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1.5 മീറ്റർ. അപ്പൊ രണ്ടിന്റെയും നീളം എത്രയാണ്? 1.5 മീറ്റർ വെച്ചിട്ടാണ് രണ്ടിന്റെയും നീളം അല്ലെ. അപ്പൊ അവ തമ്മിൽ എന്ത് ചെയ്തു? ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നീളം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലെങ്ത് ഓഫ് സ്ട്രിങ്സ് അല്ലെ. ലെങ്ത് ഓഫ് സ്ട്രിങ്സ്, അതായത് സ്ട്രിങ്ങുകളുടെ നീളം എത്രയാണ്? 1.5 മീറ്റർ ആണ് അല്ലെ. 1.5 1.5. അപ്പൊ 1.5യും 1.5യും 2 സ്ട്രിങ്ങുകൾ ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അവയുടെ ടോട്ടൽ ലെങ്ത് എന്തായിരിക്കും? ടോട്ടൽ ലെങ്ത്, ആകെ നീളം എന്ത് വരും? 1.5 + 1.5 അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ 1ഉം 1ഉം തമ്മിൽ കൂട്ടാം അല്ലെ. 1ഉം 1ഉം. അപ്പൊ 1 + 1. പിന്നെ എന്ത് ചെയ്യണം? ഈ ഫ്രാക്ഷൻ തമ്മിൽ കൂട്ടാം അല്ലെ. അതിൻ്റെ കൂടെ ഹാഫ് ഉണ്ട് ഇവിടെ, പിന്നെ ഇവിടെ ഒരു ഹാഫ് ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ 1ഉം 1ഉം തമ്മിൽ ആദ്യം കൂട്ടുന്നു, പിന്നെ നമ്മൾ അരയും അരയും തമ്മിൽ കൂട്ടുന്നു അല്ലെ. 1ഉം 1ഉം എത്രയാണ്? 2 പ്ലസ് അരയും അര എത്രയാണ്? 1 അല്ലെ. നമുക്ക് പെട്ടെന്ന് അറിയാം 1. അപ്പൊ നമുക്ക് 3 മീറ്റർ. ഇനി അരയും അര 1 കിട്ടാത്തവരെ എന്ത് ചെയ്യാം? ഇവിടെ സെയിം അല്ലേ, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 1ഉം 1ഉം എത്രയാണ്? 2/2 അല്ലെ. 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഇനി അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. 1.5 എങ്ങനെ മാറ്റാം? 1.5 അല്ലെ. 1.5 നമുക്ക് 1 × 2 2 2 + 1 3. അപ്പൊ ഇതിനെ നമുക്ക് 3/2 എന്ന് എഴുതി. 1.5 അല്ലെ. അടുത്ത 1.5 എന്തെന്നാണ്? അടുത്ത 1.5 എന്ന് പറഞ്ഞാൽ 3/2 തന്നെ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3/2 + 3/2 = 3ഉം 3ഉം 6 6/2 അല്ലെ. 6/2 6/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3. അപ്പൊ ഒന്നുകിൽ ഇത് ഈ രൂപത്തിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഈ രൂപത്തിലും ചെയ്യാം. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അഹിറാത്ത് ബോട്ട് 1.5 kilograms of beans and 3/4 kilograms of yam. വാട്ട് ഈസ് ദി ടോട്ടൽ വെയിറ്റ്? അതായത് അഹിറാം എന്ത് ചെയ്തു? 1.5 കിലോ ബീൻസ് വാങ്ങി, പിന്നെയോ 3/4 കിലോഗ്രാം. 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 അല്ലെ. അതായത് 3/4 കിലോഗ്രാം ചേനയും വാങ്ങി. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊത്തം വെയിറ്റ് എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് ഓഫ് ബീൻസ് അല്ലെ. വെയിറ്റ് ഓഫ് ബീൻസ്, അതായത് ബീൻസിന്റെ ഭാരം. എത്ര ഭാരം ഉണ്ടായിരുന്നു ബീൻസിന്? 1.5 കിലോഗ്രാം അല്ലെ. 1.5 kg. ഇനി വെയിറ്റ് ഓഫ് യാം, അതായത് ചേനയുടെ തൂക്കം എത്രയാണ്? 3/4. അപ്പൊ 3/4 എന്ന് പറഞ്ഞാൽ 3/4 കേട്ടാ, തെറ്റണ്ട. 3/4 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്ര വരും? ടോട്ടൽ വെയിറ്റ്, ആകെ ഭാരം, നമ്മൾ എന്ത് ചെയ്യണം? 1.5 പിന്നെ ഏത് കൂട്ടണം? അതിന്റെ കൂടെ 3/4 കൂട്ടണം
അല്ലേ? അപ്പൊ നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത രൂപത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്ക്? ഈ 1 അല്ലെ, 1 അവിടെ നിൽക്കട്ടെ, ഇവിടെ വേറെ ഒന്നില്ല അല്ലെ. അപ്പൊ 1 പ്ലസ് ഇനി ഹാഫും മുക്കാലും തമ്മിൽ കൂട്ടാം. അപ്പൊ 1/2 3/4 തമ്മിൽ കൂട്ടുന്നു. അപ്പൊ 1 നമ്മൾ സെപ്പറേറ്റ് കൂട്ടുന്നു, അതിനുശേഷം അരയും മുക്കാലും വേറെ കൂട്ടുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. സീക്വൽ ടു നോക്കിയേ, 1 പ്ലസ് ഇവിടെ 2 ഇവിടെ 4 അല്ലെ, ഇവിടെ സെയിം ആക്കണം വേണം അല്ലെ. അപ്പൊ നമുക്ക് 2നെ ഇതുകൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടുക, 2 കൊണ്ട് ഗുണിച്ചാൽ അപ്പൊ സെയിം ആവും അല്ലെ. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് വേണം? ഈ 2 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 × 1 2/2 × 2 4. അപ്പൊ 2/4 പ്ലസ് 3/4. അപ്പൊ ഇത് സെയിം ആയി അല്ലെ. ഇനി നമുക്ക് എളുപ്പത്തിൽ കൂട്ടാലോ. സീക്വൽ ടു 1 പ്ലസ് 2 3 എത്രയാണ്? 5 5/4. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5/4 നമുക്ക് മാറ്റി എഴുതാം അല്ലെ. എങ്ങനെ എഴുതാൻ പറ്റും? 1 പ്ലസ് 4നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? എത്ര ഹരിക്കാൻ പറ്റും? 1 പ്രാവശ്യം അല്ലെ, 1 പ്രാവശ്യം ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1 × 4 4. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 1 ബാക്കിയുണ്ട് അല്ലെ. ഇവിടെ 5 അല്ലേ, അപ്പൊ 1 ബാക്കിയുണ്ട്. ആ 1 എഴുതി, ഇവിടെ 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 1/4 അല്ലെ. അപ്പൊ 1 1 എത്രയാണ്? 2 അല്ലെ. 2 ഈ 1 1 കൂടി കൂട്ടിയപ്പോ 2 കിട്ടി. പിന്നെ നമുക്ക് 1/4. ഓക്കെ. അപ്പൊ മൊത്തം എത്രയായിരിക്കും? 2.25 കിലോ ആയിരിക്കും മൊത്തം ഭാരം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ ചെയ്യുകയാണെങ്കിലോ 1.5 നമ്മൾ മാറ്റി എഴുതിയാൽ മതി അല്ലേ. 1.5 നമുക്ക് എങ്ങനെ എഴുതാം? ഇവർ തമ്മിൽ ഗുണിക്കുക, ഇത് കൂട്ടുക. 1 × 2 2, 2ന്റെ കൂടെ 1 കൂട്ടാൽ 3. അപ്പൊ നമുക്ക് 3/2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ 3/2 എന്ന് എഴുതി. ഇതാ 3/4 അങ്ങനെ തന്നെ കിടന്നോട്ടെ അല്ലെ. അപ്പൊ നമുക്ക് 3/2 പ്ലസ് 3/4 കണ്ട, ഇങ്ങനെ കൂട്ടിയാൽ മതി. അപ്പൊ 2നെ നമുക്ക് 4 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഇവിടെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 × 2 6 6/4 പ്ലസ് 3/4 സീക്വൽ ടു 6 3 9/4. 9/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9ൽ എത്ര 4 ഉണ്ട്? 2 4 അല്ലെ. 2 × 4 8 അല്ലെ. 8 കഴിച്ച് ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 1/4. അപ്പൊ ഇതിന് മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ ഒന്നുകിൽ നമുക്ക് ഇതേ രൂപത്തിൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ഇതേ രൂപത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിലെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.